ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കോട്ടയം അതുപോലെ കോഴിക്കോട് ജില്ലകളിൽ നടന്ന LDC എക്സാമിൻ്റെ ഭരണഘടനാ ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ്. അതായത് ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2024 നടന്ന എല്ലാ എക്സാമുകളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കണ്ടവർക്ക് ഈ ഒരു എക്സാമിന് നല്ലൊരു മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നത്, നമുക്ക് LDC പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് 6-7 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ 5-6 മാർക്കിനായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യത്തെ എക്സാമിന് 10-11 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുണ്ട്. സോ അത്രയും മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു എക്സാമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു സെഷൻ നിർബന്ധമായിട്ടും കാണുക. കാരണം നമുക്ക് ശനിയാഴ്ച എക്സാം വരാൻ പോവുകയാണ്. വയനാട് അതുപോലെ എറണാകുളം ജില്ലകളിൽ നമുക്ക് LDC എക്സാം ഉണ്ട്. എക്സാം ഉള്ളവർ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. സോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വിലയിരുത്തുക. ആ ഒരു ഏരിയകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഓരോ ഏരിയ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതുവരെ നടന്ന എക്സാമുകളുടെ ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ഈ ചോദ്യ പേപ്പറുകളൊക്കെ ഒന്നും കൂടി വിശകലനം ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി പ്ലാനുകൾ അവൈലബിൾ ആണ്. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രിസ്റ്റു പ്ലസിൻ്റെ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ക്ലാസ്സസ് വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ചെറിയൊരു പ്രീമിയം ചാർജാണ് വരുന്നത്. 890 രൂപയാണ് 6 മാസത്തിന് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ജെഫ്സി ഡിസ്കൗണ്ട് 5 എന്ന ഈ ഒരു കോഡ് നിങ്ങൾ 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടോടുകൂടി പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം, അധികം വൈകിക്കുന്നില്ല. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തത്, ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. 2, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. 3, എന്താണ്, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്? 2ഉം 3ഉമാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്, ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്നല്ല അല്ലേ? എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ, ഈ 2 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അത് മാത്രമല്ല സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയുമാണ് ഉറപ്പാക്കുന്നത്. ഓക്കെ അല്ലേ? ബാക്കിയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. സോ നമ്മളുടെ ഓപ്ഷനിൽ ആൻസർ വരുന്നത് 2ഉം 3ഉമാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാമുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഒരു മാർക്ക് നിങ്ങൾ വെറുതെ കളയരുത്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. 2, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് എന്ന് പറയുന്നു. 3, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? നമുക്ക് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയാണ്. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് അല്ലേ, ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്.
നമ്മൾ ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധനാധികാരം, അതുപോലെ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, ഇത്രയും കാര്യങ്ങളാണ്. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് അർദ്ധ ഫെഡറലും അതുപോലെ അവശിഷ്ടാധികാരം, ഈ രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ടാണ്. അടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിനൊക്കെ, അതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, പിന്നെ നിയമനിർമ്മാണ നടപടിക്രമം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ ഐറിഷ് ഭരണഘടന നമ്മൾ പറഞ്ഞു, നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്ന് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ എന്താണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. രണ്ടെന്താണ്? സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. 3, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്? 1 മാത്രമാണ് അല്ലേ? അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം. എല്ലാവർക്കും അറിയാം, മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് SCERT ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് മൗലികാവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറാൻഡോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവയാണ് അവ. നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഓരോന്നും അർത്ഥമാക്കുന്നത് എന്നൊന്ന് പഠിച്ചു വെക്കണം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. ഓക്കെ ആണോ? മാൻഡമസ് നാം കൽപ്പിക്കുന്നു. കോവാറാൻഡോ എന്ത് അധികാരം. ഓക്കെ. അടുത്തത് എന്താണ്? സെർഷ്യോററി എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, സെർഷ്യോററി സാക്ഷ്യപ്പെടുത്തുക. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക, പ്രൊഹിബിറ്റ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ മീനിങ്ങുകൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? റിട്ടുകൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഇടയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. 2, ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ആർക്ക്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്? എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലേ? ഓൾ ഓഫ് ദി എബോവ് ആണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഇല്ലല്ലോ. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ശരിയാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഗവൺമെൻറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിച്ചത്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1993. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യം, സ്വന്തമായി മുൻകൈയെടുത്തോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലോ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശിച്ച് തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ. അതുമാത്രമല്ല, കമ്മീഷന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് ശുപാർശകൾ നൽകാനോ അല്ലെങ്കിൽ കോടതികളോട് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യാനോ മാത്രമേ അധികാരമുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലികാവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആണ് ഇവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നിർദ്ദേശക തത്വവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവന? 2ഉം 3ഉമാണ് അല്ലേ? നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. മൗലികാവകാശങ്ങൾക്ക് പുറമെയുള്ള അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അത് മാത്രമല്ല, സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്.
എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നെന്താണ്? ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ. സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ പാലിക്കേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മൗലികാവകാശത്തിന് പുറമെ വ്യക്തികൾ അനുഭവിക്കേണ്ടതായ ചില അവകാശങ്ങൾ വരുന്നുണ്ട്. മൗലികാവകാശത്തിന് പുറമെ വ്യക്തികൾ അനുഭവിക്കേണ്ടതായ അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത്. ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായ ചില നയങ്ങളുണ്ട്. ഗവൺമെന്റ് മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്, പോളിസീസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സമൂഹം, നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൽ നിന്നുള്ള ലക്ഷ്യങ്ങൾ: ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, വിഭവങ്ങളുടെ തുല്യ വിതരണം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഓക്കെയാണോ? അടുത്തത് നയങ്ങൾ എന്തൊക്കെയാണ്? പോളിസീസ്: ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക. ഇതൊക്കെ ഗവൺമെന്റിന്റെ പോളിസികളിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ അടുത്ത പറഞ്ഞാൽ എന്താണ്? ന്യായവാദ അർഹമല്ലാത്തതുണ്ട്, ന്യായവാദമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇങ്ങനെ 2 തരത്തിലുള്ള അവകാശങ്ങളാണുള്ളത്. അതിൽ ന്യായവാദ അർഹമല്ലാത്തത് ഏതൊക്കെയാണ്? മതിയായ ഉപജീവന മാർഗം, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ തൊഴിലിനുള്ള അവകാശം, ശിശു പരിപാലനവും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇങ്ങനെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതൊക്കെ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെന്ന് തന്നെയാണ്. ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. കാരണം ഏക പൗരത്വം എന്ന നിയമം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ ശരിയായിട്ട് വരും. അതായത് 1ഉം 2ഉം അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഉപരാഷ്ട്രപതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നാമത്തെ പ്രസ്താവന: ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ആണോ? അല്ല അല്ലേ, 5 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ഏതാണ് ആൻസർ വരുന്നത്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്. എന്തൊക്കെയാണ്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അതേ രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിലെ 2 സഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മാത്രമല്ല സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല. ഓക്കെ, രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനും കൂടിയാണ്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടുന്നതാണ്. അതായത് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കേണ്ടതാണ്. അതിന് നിശ്ചിത കാലയളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ചോദ്യം പോവാം. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എന്താണ്? സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. 3 സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ്. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ കോടതികളുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ: കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി. ഏതാണ്? കേന്ദ്ര ലിസ്റ്റിലാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകളും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവശിഷ്ടാധികാരങ്ങളും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. 2 വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. 3 സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 3 പ്രസ്താവനകളും നമുക്ക് എന്താണ് ശരിയായിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് ഓരോ ലിസ്റ്റിലും ഉൾപ്പെടുന്നതെന്ന് ഒന്ന് വായിച്ചു നോക്കാം. കേന്ദ്ര ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാൽ, കമ്പി തപാൽ, വ്യോമയാനം
തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ, ഇത്രയാണ് കേന്ദ്ര ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ ഏതൊക്കെയാണ്? കൃഷി, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം, ഭൂമി, മത്സ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ. സംയുക്ത ലിസ്റ്റിൽ, കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിൻ്റെ കൈമാറ്റം. വിദ്യാഭ്യാസം എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും. ഇതിന് പുറമെ നമുക്ക് അവശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ് എന്ത്? സൈബർ നിയമങ്ങൾ കൂടിയിട്ട്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 73-ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 73-ാം ഭേദഗതി ആണോ ചെറു ഭരണഘടന? അല്ല അല്ലേ. 42-ാം ഭേദഗതി 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. സോ ആ ഒരു പ്രസ്താവന എന്താണ്? ശരിയല്ല അല്ലേ. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. 3 അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സോ ആ ഒരു പ്രസ്താവന നമുക്ക് ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഏതാണ് ആൻസർ വരുന്നത്? 3 പ്രസ്താവനകളും ശരിയാണ് അല്ലേ. ആദ്യം നമുക്ക് 10 മൗലിക കർത്തവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് 86-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി വിദ്യാഭ്യാസം കൂടി മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ആർട്ടിക്കിൾ 51A ഭാഗം 4A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പൗരന്മാരുടെ മൗലിക ചുമതലകൾ 1976-ൽ 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെട്ടു. മറ്റു വിഷയങ്ങളോടൊപ്പം പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഈ ഭേദഗതിയിൽ ചേർക്കപ്പെട്ടു. ആകെ 10 ചുമതലകളാണ് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 86-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി നമുക്കതെന്തായി? 11 മൗലിക കർത്തവ്യങ്ങളായി. നെക്സ്റ്റ് മൗലിക കർത്തവ്യങ്ങൾ, കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത എന്താണ്? അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ ചുമതലകൾ നിർവഹിക്കണമെന്ന് യാതൊരു നിബന്ധനയും ഭരണഘടനയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഈ അർത്ഥത്തിൽ മൗലിക കർത്തവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലിക അവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മൗലിക കർത്തവ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് മൗലിക അവകാശങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ തന്നെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിർബന്ധമായിട്ടും വരാനിരിക്കുന്ന എറണാകുളം അതുപോലെ വയനാട് ജില്ലകളിലുള്ള എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും നമ്മളുടെ ഈ ഒരു സെഷൻ കാണുക. അതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളെല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്ക് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.